വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOS +2 ഇംഗ്ലീഷിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള ഫാദർ ഡിയർ ഫാദർ എന്നുള്ള അധ്യായമാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ പല കത്തുകളും കാണാറുള്ളതാണ്. എന്നാൽ ഈ 4ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദ ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ചിട്ടപ്പെടുത്താത്ത ഒരു കത്താണിത്. രാഹുൽ എന്ന വിദ്യാർത്ഥി തൻ്റെ പിതാവിന് എഴുതുന്ന കത്താണ്. സ്കൂളിൽ പരീക്ഷയിൽ 1ാം റാങ്കിൽ നിന്നും 2ാം റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടതിന്റെ ദേഷ്യവും അമർഷവുമാണ് കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ജീവിതത്തിൽ വിജയം നേടുവാൻ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്നും എല്ലാ കാലഘട്ടങ്ങളിലും അതിന്റെ മഹത്വം എന്താണെന്നും രാഹുൽ കത്തിലൂടെ പറയുന്നുണ്ട്. രാഹുലിന് തന്റെ 1ാം സ്ഥാനം നഷ്ടമായതിന്റെ കാരണങ്ങൾ വളരെയധികം ദുഃഖിപ്പിച്ചിരുന്നു. അതിന് അവൻ പല കാരണങ്ങളും ഈ കത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതിലൊന്നാണ് മുത്തച്ഛന്റെ മനോഭാവം. മുത്തച്ഛന്റെ കുട്ടിക്കാലം തൻ്റെതിൽ നിന്ന് വിപരീതമായിരുന്നുവെന്നും അതിമനോഹരമായിരുന്നുവെന്നും കളികളിൽ ഏർപ്പെട്ടും മാങ്ങ പറിച്ചും പൂക്കൾ നുള്ളിയും പുഴയുടെ തീരത്ത് ആർത്തുല്ലസിച്ചും മുത്തച്ഛന്റെ കുട്ടിക്കാലം വളരെ മനോഹരമായിരുന്നുവെന്നും രാഹുൽ പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല എന്നും തൻ്റെ കുട്ടിക്കാലം അത്ര മനോഹരമായിരുന്നില്ല എന്നും രാഹുൽ കത്തിലൂടെ പറയുന്നു. തൻ്റെ പിതാവ് അതിവിദ്യാസമ്പന്നനാണെന്നും കുടുംബത്തിന് വേണ്ടി വല്ലതും ചെയ്യുന്നയാളാണെന്നും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പിതാവ് അനുഭവങ്ങളിൽ നിന്നും ഒരുപാട് അകലെയാണെന്ന് കുറ്റപ്പെടുത്തുന്നു. പൈത്തഗോറസ് തിയറിയും ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റിയും ഒക്കെ പഠിക്കുന്നതിന്റെ അതിന്റെ മേന്മ എന്താണെന്നും കത്തിലൂടെ ചോദിക്കുന്നുണ്ട്. കാരണം അതൊന്നും പിതാവിന്റെയും തന്റെയും അനുഭവങ്ങളിൽ ഇല്ല എന്നും അവൻ പറയുന്നു. രാഹുലിന്റെ ദുഃഖം ഇരട്ടിയാക്കുന്ന മറ്റൊരു കാരണം അവന്റെ അമ്മയുടെയും അമ്മമ്മയുടെയും മനോഭാവങ്ങളാണ്. കത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. രാഹുലിന്റെ മുത്തശ്ശി ഒരു ശരാശരി വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. പക്ഷേ സമാധാനത്തിലും പ്രാർത്ഥനയിലും കഴിയാൻ മാത്രമാണ് അവർക്കിഷ്ടമെന്ന് രാഹുൽ പറയുന്നു. ചെടികളുടെ പരിപാലനവും ഭഗവത്ഗീത പാരായണവും ശില്പങ്ങൾ നിർമ്മിക്കുന്നതും ഒക്കെയാണ് മുത്തശ്ശിയുടെ ജോലിയെന്ന് രാഹുൽ പറയുന്നുണ്ട്. തന്റെ അമ്മ വിദ്യാസമ്പന്നയായിരുന്നിട്ടും സമാധാനപരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നില്ല. പിന്നെ വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളതെന്നും രാഹുൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായി രാഹുൽ തന്റെ അധ്യാപകരുടെ അറിവ് പകർന്നു തരുന്ന രീതിയിലെ അപാകതകളെ കുറിച്ച് പരിഹസിച്ചുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ജോർജ് ബുഷ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നും സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്നും എന്ന തരത്തിലാണ് ചില അധ്യാപകർ ക്ലാസ് എടുക്കുന്നതെന്നും രാഹുൽ കുറ്റപ്പെടുത്തുന്നു. ഇതോടുകൂടി ഈ കത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഈ 4ാമത്തെ അധ്യായത്തിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ഹു റോട്ട് ദ ലെറ്റർ? ആരാണ് കത്ത് എഴുതുന്നത്? കത്ത് ആരാണ് എഴുതുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ദ ലെറ്റർ റോട്ട് ബൈ എ സ്റ്റുഡന്റ് കോൾഡ് രാഹുൽ, അല്ലെ? രാഹുൽ എന്ന് പേരുള്ള വിദ്യാർത്ഥിയാണ് ഈ കത്ത് എഴുതുന്നത്. അതുപോലെ തന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് റിട്ടൺ ടു? ആർക്ക് വേണ്ടിയാണ് രാഹുൽ ഈ കത്ത് എഴുതുന്നത്? ഹിസ് റിട്ടൺ ബൈ ഹിസ് ഫാദർ, അല്ലെ? അദ്ദേഹത്തിന്റെ അച്ഛന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഹാസ് ഇറ്റ് ബീൻ റിട്ടൺ? എന്തിനു വേണ്ടിയാണ് അച്ഛൻ ഈ കത്ത് എഴുതുന്നത്? നമുക്കറിയാം, അവന്റെ 1ാം റാങ്കിൽ നിന്നും 2ാം റാങ്കിലേക്കുള്ള പിന്തള്ളപ്പെട്ടതിന്റെ ദേഷ്യവും അമർഷവുമാണ് അവനെ ഈ കത്ത് എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ടും മുന്നിലുള്ള വിദ്യാർത്ഥികൾ പിന്നിലേക്ക് വരുമ്പോൾ ഉള്ളിലൊരു ദുഃഖവും സങ്കടവും എല്ലാം ഉള്ള സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിയും ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ തൻ്റെ 1ാം റാങ്കിൽ നിന്നും 2ാം റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടതിന്റെ കാരണങ്ങളും അധ്യാപകരെ കുറ്റപ്പെടുത്തിയുള്ള വിശദീകരണങ്ങളൊക്കെയാണ് ഈ കത്തിലൂടെ ഈ രാഹുൽ എന്ന വിദ്യാർത്ഥി രേഖപ്പെടുത്തുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാഡ് ഹിസ് ഫാദർ റിട്ടൺ? എന്തിനു വേണ്ടിയായിരുന്നു ഈ കത്ത് അവൻ എഴുതിയിട്ടുള്ളത്, അല്ലെ? നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവന്റെ എല്ലാ ഉള്ളിലുള്ള സങ്കടങ്ങളും മുത്തച്ഛന്റെ കുട്ടിക്കാലം എൻ്റെ കുട്ടിക്കാലത്തിൽ നിന്നും വിപരീതമാണെന്നും മുത്തശ്ശിയുമായിട്ടുള്ള ശരാശരി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചൊക്കെ അദ്ദേഹം ആ രാഹുൽ എന്ന വിദ്യാർത്ഥി തന്റെ കത്തിലൂടെ വിശദമാക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ 4ാമത്തെ അധ്യായമായിട്ടുള്ള. അതുപോലെ തന്നെ കത്ത് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ പല കത്തുകളും പല ലെറ്ററുകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി കൂടുതൽ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾക്കും
കൂടുതൽ എക്സാം ഓറിയന്റഡ് ലൈവ് ക്ലാസ്സുകൾക്കും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക.